ഏതായാലും ഇന്നെങ്കിലും നിങ്ങൾ ഈ മൈക്കുമായിട്ട് ഇവിടെ വന്നല്ലോ. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊരു പ്രാധാന്യവും നിങ്ങളാരും കൊടുക്കുന്നില്ല. ഒന്ന്, ഇപ്പോൾ ഇവിടെ പത്തനംതിട്ടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, നമ്മളൊക്കെ നിൽക്കുന്നത്. ഈ പത്തനംതിട്ടയിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ സാക്ഷാൽ ആഭ്യന്തരമന്ത്രിയുടെ സന്തത സഹചാരിയായി ഉണ്ട്. അദ്ദേഹത്തിനൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട് പേഴ്സണൽ സ്റ്റാഫിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടിച്ചു. തൂഫാൻ ഇല്ലേ? എന്തേ ആ തൂഫാനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശങ്കയില്ലാത്തത്? എന്തേ നിങ്ങൾ അതിന് ഒരു വേണ്ട പ്രാധാന്യം കൊടുക്കാത്തത്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടിച്ചു എന്ന് മാത്രമല്ല, അതിന് മുൻപ് വേറെയും കേസ്. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ കാലിൽ വാഹനം കയറ്റി, മറ്റൊരു കേസ്. അദ്ദേഹത്തിൻ്റെ അനിയനാ. അദ്ദേഹത്തെ പിടിച്ച് തൂഫാൻ്റെ തലപ്പത്തിരുത്തുക. ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ മുൻനിര പോരാളികളാണ്, ഒരു തർക്കവുമില്ല. ലഹരിയെ ഈ നാട്ടിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി നിരന്തരമായി ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് DYFI. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കക്ഷി ഈ തൂഫാൻ്റെ തലപ്പത്ത് ഇരിക്കുന്നത് വലിയ പ്രയാസമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യണം. നിങ്ങൾ രമേശ് ചെന്നിത്തലയോടും മറ്റും ചോദിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഇങ്ങനെ ഒരു സംശയത്തിലുള്ള ഒരാളെ ഈ എക്സൈസ് വകുപ്പിൻ്റെ ചുമതലയിൽ, ആഭ്യന്തര വകുപ്പിൻ്റെ ഈ തൂഫാൻ പരിപാടിയുടെ ചുമതലയിൽ കൊടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? അത് ചോദിക്കണ്ടേ? പിന്നെ നിങ്ങൾ ചോദിച്ച് ഏതാ ഈ സ്ക്രീൻഷോട്ട് വിവാദം. എത്ര സ്ക്രീൻഷോട്ടുകളെക്കുറിച്ച്, എത്ര നുണപ്രചരണങ്ങളെക്കുറിച്ച്, വ്യാജ പ്രചരണങ്ങളെക്കുറിച്ച് പരാതി കൊടുത്തവരാ ഞങ്ങൾ ഇല്ലേ? ഞങ്ങളുടെ ഏതൊക്കെ നേതാക്കന്മാർക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള പ്രചരണം നടക്കുന്നു? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഒരു മാധ്യമത്തിനെതിരെ. കണ്ടില്ലേ നിങ്ങൾ? ഒരു കോടി ചോദിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് വ്യാജ പ്രചരണത്തിനെതിരെ, നുണപ്രചരണത്തിനെതിരെ. എന്താ നിലപാട്? ഞാൻ തന്നെ വ്യക്തിപരമായി പറഞ്ഞല്ലോ, എൻ്റെ ഭാര്യയുടെ ചിത്രം ഉപയോഗിച്ച് വലിയ രീതിയിൽ പ്രചരണം നടത്തി. ഈ പത്തനംതിട്ടയിലെ ഒരു DCC സെക്രട്ടറി ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഈ പത്തനംതിട്ടയിലെ DCC സെക്രട്ടറി എവിടെ എത്തി അന്വേഷണം? ഇന്നലെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത്. വിളിച്ചിട്ട് പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നാ. എൻ്റെ ഭാര്യയുടെ ഒരു പരാതി എങ്ങനെയാ? KSRTC ബസ് പൊളിച്ചത് അവരാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇല്ല, ഒരു അന്വേഷണം അതൊന്നും മുന്നോട്ട് പോകുന്നില്ല, അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വ്യാജ നിർമ്മിതിയുടെയും ആവശ്യമില്ല, അതിന് ഞങ്ങൾ പിന്തുണയ്ക്കില്ല, ഒരു തർക്കവുമില്ല. അതൊക്കെ അന്വേഷിച്ചോട്ടെ. ആരും നിയമവിരുദ്ധ പ്രവർത്തനം ആര് നടത്തിയാലും അത് അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ SIT എന്നൊക്കെ പറഞ്ഞ് DYFIക്കാരുടെ മുകളിൽ കുതിര കയറരുത്. അതിനുവേണ്ടി മാത്രമാവരുത്. അന്വേഷണം വളരെ കൃത്യമായി രീതിയിൽ പോയിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് അടിവരയിട്ട് പറയുകയാണ്, ഒരു വ്യാജ പ്രചരണത്തിൻ്റെയും പുറകെ പോകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം. അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല, അങ്ങനെ തെറ്റായ പ്രചരണം നടത്തേണ്ടതില്ല. അത് നടത്തുന്നത് ആരായാലും അവരെ കണ്ടെത്തട്ടെ, അതിലൊന്നും തർക്കമില്ല. അത് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തണം എന്നേ അഭിപ്രായമുള്ളൂ. പക്ഷേ അതൊരു പ്രതികാര നടപടിയായി മാറരുത്. ഇപ്പോൾ വടകരയിലെ DYFI ബ്ലോക്ക് കമ്മിറ്റി ഇറക്കിയ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളിൽ പലരും കൊടുത്തു. അവിടെ ഇങ്ങനെ ഒരു പ്രതികാരമായി ഒരാളെ ഇട്ട് കൊടുക്കുക. നേരത്തെ ഒരാളെ പേര് പറഞ്ഞു, അതിനു മുമ്പ് മറ്റൊരാളെ പേര് പറഞ്ഞു. ഇതെന്തോ ഒരു വലിയ സംഭവമാക്കി ഇങ്ങനെ കൊണ്ടുപോയി എന്തോ DYFIക്കാർ അപ്പാടെ ഇങ്ങനെ എന്തോ മതം പറഞ്ഞ് ഇങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കുന്നവരാണ് എന്ന പ്രചരണം നടത്തുന്നത് ശരിയല്ല. അതൊരു ശരിയല്ല. ഞങ്ങൾ വർഗീയതക്കെതിരെ പോരാട്ടം നടത്തുന്നവരാ. ഈ മുസ്ലിം ലീഗിൻ്റെ എത്രയെത്ര അക്രമത്തിന് ഇരയായവരാ ഞങ്ങൾ. ഈ വർഗീയവാദികൾ നാട്ടിലൊക്കെ എന്തൊക്കെ പറയാറുണ്ട്? ഇവർ പരസ്യമായി പ്രസംഗിച്ചതല്ലേ മതമാണ് പ്രശ്നമെന്ന്. KM ഷാജി പ്രസംഗിച്ചിട്ടില്ലേ? അതേ സ്റ്റേജിൽ മറ്റൊരു ചാലിയം ഇല്ലേ പ്രസംഗിച്ചില്ലേ? എത്ര മോശമായ രീതിയിൽ പ്രസംഗിച്ചത്. അങ്ങനെ എന്തൊക്കെ പ്രസംഗങ്ങളുണ്ട് അവരുടേതായിട്ട്. തെരഞ്ഞെടുപ്പിൽ അവർ എന്തൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വടകരയിൽ ശൈലജ ടീച്ചർക്കെതിരെ തെറ്റായ പ്രചരണം നടത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെ
നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇതേ വടകരയിൽ ഇതേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇത് മാത്രം ഇങ്ങനെ പൊക്കിപ്പിടിച്ച് അതിനെന്തോ രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ ഈ പൊതുസമൂഹം തിരിച്ചറിയണം. അത് അങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതിൽ കൃത്യമായി അന്വേഷണം നടത്തി തെളിവുകളുണ്ടെങ്കിൽ പറയട്ടെ. ഇതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനും പറഞ്ഞില്ലല്ലോ, ഇതേതൊരു പോസ്റ്റ് ഏതൊരു ഗ്രൂപ്പിലിട്ടു എന്നോ. അതേത് ഗ്രൂപ്പാ? അത് ഈ സഖാക്കളുള്ള ഗ്രൂപ്പല്ലേ? അതിൽ വന്നതിന് അതിപ്പം വേറെ ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആരാ ഉണ്ടാക്കിയത് എന്നൊക്കെ കണ്ടെത്തട്ടെ. അത് നമുക്ക് ആ രീതിയിൽ പറയാം. അതല്ലേ ഞാനും പറയുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണ്? ഒരു പുകമറ ഉണ്ടാക്കണം, ഇത് ആരുടെയോ തലയിൽ കൊണ്ടുപോയി വെക്കണം. അത് ശരിയില്ല എന്നാ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥ അന്വേഷണം നടത്തി ആരെ പിടിക്കട്ടെ. ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആർക്ക് വേണ്ടി ആകരുത്? UDFന് വേണ്ടി ആവരുത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല ഞാൻ എൻ്റെ ഒരു പറയുകയാണേ, ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ അദ്ദേഹം ഒരു ഗ്രൂപ്പ്, നമ്മളിൽ പലരും നിങ്ങളൊക്കെ കാണാറുണ്ട്, പല ഗ്രൂപ്പിലുള്ള ആളുകളല്ലേ, ആ ഗ്രൂപ്പിലൊക്കെ എന്തൊക്കെ മെസ്സേജ് വരും? ആളുകൾ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഒരു സംഗതി പ്രചരിക്കുന്നുണ്ടല്ലോ, ഇതെന്താണെന്ന് ചോദിക്കും. അങ്ങനെ ആയിരിക്കാം. ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കാണുന്നുണ്ട്, ഇതിലെന്താ വസ്തുതയുണ്ടോ എന്ന് ചോദിച്ചതായിരിക്കാം. ഒക്കെ കണ്ടെത്തട്ടെ എന്ന്. അല്ലാതെ ഇത് പുറത്ത് പ്രചരിപ്പിച്ച് ഇവർക്കെതിരെ അങ്ങനെ ആ രീതിയിലല്ലല്ലോ പോയത്. ഇതൊരു തെറ്റിദ്ധാരണയുടെ ഭാഗമോ മറ്റോ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ അത് അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞതായിരിക്കാം. ഏതായാലും അത് അന്വേഷിച്ച് അതിൽ കൃത്യതയിലേക്ക് എത്തട്ടെ. അല്ല നിങ്ങൾക്കത് അങ്ങനെ ആയിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ, നിങ്ങളുടെ താല്പര്യം മനസ്സിലായല്ലോ. ഈ നെഹാസ് മാളയെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോ? യൂത്ത് കോൺഗ്രസിന്റെ അല്ല യു പ്രതിഭയുടെ പിന്നെ വിഷയത്തിൽ എന്താ നിലപാട് ഞങ്ങൾ എടുത്തത്? അന്വേഷണം നടക്കട്ടെ എന്നല്ലേ? ഞങ്ങൾ അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ല പിടിച്ചിട്ടില്ല. അല്ല നമുക്ക് ഇവിടെ മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ, വേറൊരു മാധ്യമ പ്രവർത്തകൻ പറയട്ടെ. ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയത് ഒരുമിച്ച് താമസിക്കുന്നതാ ഈ സഹോദരൻ. ഞാൻ പറഞ്ഞോട്ടെ, ഇത് സംശയം ഉണ്ടാവുമല്ലേ? ഇതൊരു പ്രധാനപ്പെട്ട കേസല്ലേ? ഈ ലഹരി മാഫിയ സംഘങ്ങൾ എന്ന് പറഞ്ഞ ചെറിയ കാര്യ അല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം 24 തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ, 2 കിലോ കഞ്ചാവ് പിടിച്ചു. എന്തൊരു വളരെ നല്ല മാധ്യമ പ്രവർത്തനം. ഒരു സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിട്ടത് നിങ്ങൾക്ക് ആഗോള പ്രശ്നം അല്ല, ഒരു കേസല്ല. നെഹാസിന്റെ ഒരു സുഹൃത്തിനെയും ഇതുപോലെ കൂടെ നടക്കുന്നവരെയും ഒക്കെ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി സ്ഥാനത്ത് ഇരുത്തുന്നതിനല്ല. സംശയം അദ്ദേഹത്തെ അന്വേഷണം നടക്കട്ടെ. ഇതൊരു പുകമറ തീർത്ത് അത് ആ അന്വേഷണം പൂർത്തീകരിക്കണ്ടേ? ഈ പൊതുസമൂഹത്തിന് സംശയം ഉണ്ടാവില്ലേ? ഇങ്ങനെ വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടിച്ച ആളെയും കൊണ്ടിട്ട് ഇതുപോലെ ഒരു ആഭ്യന്തരമന്ത്രി നടക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെയാ വിശ്വാസം ഉണ്ടാവുക? ഞാൻ പറഞ്ഞോട്ടെ ഈ കഞ്ചാവുകാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ, ഈ ലഹരി മാഫിയകൾക്കെതിരെ നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ നിരന്തരം മർദ്ദനം ഏറ്റുവാങ്ങുന്നവരാ ഇവിടെ ഈ കൂടുന്ന DYFIക്കാർ. അവർക്ക് എങ്ങനെയാണ് ഈ നെഹാസിൻ്റെ അനിയൻ ഇങ്ങനെ നടക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം ഉണ്ടാവുമോ? എങ്ങനെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ആക്ഷൻ എടുക്കാൻ പറ്റുക? എക്സൈസ് ഉദ്യോഗസ്ഥൻ്റെ കാലിലൂടെ വാഹനം കയറ്റിയതാ. ഇതൊന്നും ചെറിയ കേസാ? എന്തൊരു ഈ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. ഈ മാധ്യമ പ്രവർത്തകരുടെ ഒരു വല്ലാത്ത താല്പര്യം നോക്കണേ. ഒരു കഞ്ചാവ് കേസിൽ 2.5 കിലോ കഞ്ചാവ് കേസ് പിടിച്ച ആളെ സംരക്ഷിക്കാൻ നല്ല താല്പര്യം, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ഏതോ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് എന്ന് അത് പ്രചരിപ്പിച്ചു എന്ന് സംശയിക്കുന്ന ആളെക്കുറിച്ച് ഒരു വലിയ തീവ്രവാദിയാക്കി ചിത്രീകരിക്കാനുള്ള അമിത താല്പര്യം. ഇതേതായാലും അല്ല, ഇതിപ്പോ നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ന്യായീകരിച്ചിട്ട് അല്ല, നിങ്ങളിപ്പോ യു പ്രതിഭയുടെ മോന്റെ അവർ ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപമാണ് വന്നത് അല്ലേ? നമുക്കറിയാലോ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ. ഒരു ചെറുപ്പക്കാരൻ, അതിനെ നിങ്ങൾ എന്തൊരു മനോഹരമായിട്ടാണ് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സമീകരിക്കാൻ കൊണ്ടുവന്നത്. ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇന്നലെ 24 ചാനൽ മറ്റൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗുണ്ട റിപ്പോർട്ട് ചെയ്തില്ലേ? എന്തേ മറ്റു മാധ്യമങ്ങൾ എടുക്കുന്നില്ല? ഇതൊക്കെ ഈ കേരളം കാണുന്നുണ്ട്.
ഇത് കേരളത്തിലെ മറ്റു നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എത്ര ദിവസം ചർച്ച ചെയ്യുമായിരുന്നു? അതുകൊണ്ട് മറ്റത് അന്വേഷണം നടക്കട്ടെ. നിങ്ങളുടെ താല്പര്യം മറ്റതാണല്ലോ, അത് അന്വേഷണം നടക്കട്ടെ. പ്രതികളോ അല്ലെങ്കിൽ പിന്നെ അതിൽ കുറ്റം തെളിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊന്നും ഒരു സംരക്ഷണം കൊടുക്കില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, അന്വേഷണം എല്ലാവർക്കെതിരെയും നടക്കണം. ഇതൊരു പ്രത്യേക താല്പര്യത്തിന് ഒരു പകപോക്കലാക്കി ഇതിനെ മാറ്റരുത്. SIT എന്ന് പറഞ്ഞാൽ UDF വേണ്ടിയുള്ള ഒരു അന്വേഷണ സംവിധാനമായി മാറരുത്. കൃത്യമായി നിഷ്പക്ഷമായി അന്വേഷണം നടത്തണം. DYFIക്കാരെ വേട്ടയാടാൻ, ഈ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ വേട്ടയാടാൻ ഈ അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് ശരിയല്ല. നേരത്തെ ഇവർ ഒക്കെ പ്രചരിപ്പിച്ച് ഈ നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഞങ്ങളുടെ സഖാക്കളെ അപമാനിക്കുകയും ഈ സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുക. അവരൊക്കെ ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരല്ലേ? അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരോടോ ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ലേ? അവരൊക്കെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരല്ലേ? ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ടോ മറ്റോ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആശങ്ക അറിയിക്കും. ഈ നവമാധ്യമ കാലമല്ലേ? ഞാൻ പറഞ്ഞത് ആരെയാ? DCC സെക്രട്ടറിയാ, പ്രാദേശിക നേതാവല്ല. ഈ പത്തനംതിട്ടയിലെ DCC സെക്രട്ടറിയാണ് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടത്. അത് ശരിയാണെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ന്യൂസ് മലയാളത്തിൻ്റെ ഒരു എംബ്ലത്തോടു കൂടിയാണ് പ്രചരിപ്പിച്ചത്. ന്യൂസ് മലയാളം ചാനലിൻ്റെ എംബ്ലത്തോടു കൂടിയാണ് പ്രചരിപ്പിച്ചത്. എവിടെ എത്തി അന്വേഷണം? നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിനോട് പോട്ടെ, ഈ DCC സെക്രട്ടറിയോട് മൈക്ക് വെച്ച് ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചോ? ഞങ്ങളുടെ എത്ര നേതാക്കന്മാർക്കെതിരെ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളത് സംഗീതം പോലെ ആസ്വദിക്കുക. നിങ്ങൾക്കതൊക്കെ നടക്കണം എന്നുള്ള താല്പര്യം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ ഇവർ ഇതിനൊക്കെ എന്തൊരു മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ പറഞ്ഞതാ. ഇപ്പോൾ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചതിന് കേസ്, അതും സാധാരണ കേസല്ല. ഏതാ കേസ്? ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാ. കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച ലഹള ഉണ്ടാവൂ? കിങ്ങിണിക്കുട്ടൻ പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് വിളിച്ചത് അദ്ദേഹമാണോ? ഈ കിങ്ങിണിക്കുട്ടൻ കേരളത്തിൽ കുറേ ചർച്ച ചെയ്യപ്പെട്ട പേരല്ലേ? കിങ്ങിണിക്കുട്ടൻ എന്ന് ആദ്യമായി വിളിച്ചൊരു നേരത്തെ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടത് മഹാനായ VS പറഞ്ഞില്ലേ, ഒരു തവണ പറഞ്ഞില്ലേ? അതൊക്കെ അതിനെയൊക്കെ ലഹളയുണ്ടാക്കാൻ എന്ന് പറഞ്ഞ് കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് എന്ന് പറഞ്ഞ് കേസെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കേണ്ടത്, തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ വേട്ടയാടാൻ അന്വേഷണ ഏജൻസികളെയും ഈ പോലീസിനെയും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതവർ പറയും, നേതാക്കന്മാരൊക്കെ പറയട്ടെ. അവർ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായതാണല്ലോ. വേറെ ഇപ്പോൾ മറ്റു പല കേസുകൾ, ഇപ്പോൾ കൊടകരയിൽ ഒക്കെ ED ഉണ്ടല്ലോ, ED ഒന്നും വന്നില്ലല്ലോ, പല കേസുകളും ഇല്ലേ? അതിൽ തന്നെ പല പേരുകാരുണ്ട്, പണം വാങ്ങിയവരുണ്ട്. അവരുടെ അടുത്തൊന്നും ഒരു EDയും പോകുന്നില്ലല്ലോ. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഇവിടെ ഇതാ കേരളത്തിലെ അന്വേഷണ ഏജൻസികളും ഒക്കെ പോകുന്ന പോക്ക് നമുക്ക് കൃത്യമായി അറിയാം, നമ്മൾ മനസ്സിലാക്കുന്നു. അത് കടലിൽ എറിഞ്ഞില്ലേ? അതെന്തോ കടലിൽ എറിയുമെന്ന് പറഞ്ഞിരുന്നു. മറ്റേ മതമാണ് പ്രശ്നം, ഞങ്ങളൊരു പ്രത്യേക വിഭാഗത്ത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കി വന്നിരുന്ന നേതാക്കന്മാർ, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ നേതാക്കന്മാരുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് ഇല്ലേ? ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഞങ്ങളെ ഇവിടുത്തെ ഇടതുപക്ഷത്തെ DYFIയെ, CPMനെയൊക്കെ CJP എന്തോ ധാരണ ഒക്കെ പറഞ്ഞ് ഇപ്പോൾ അത് കടലിൽ എറിഞ്ഞതല്ലേ? അല്ല, കേരളിന്റെ കുറ്റി പിരിച്ച പോലെ ഇത് കടലിലെറിയുന്നു. PMC കടലിൽ എറിഞ്ഞല്ലേ തുടരുന്ന പറഞ്ഞതല്ലേ? അത് സാധ്യതയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. അത് തുടരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും മുസ്ലിം ലീഗ് അങ്ങനെയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആണോ? അത് ചിലപ്പോൾ തെറ്റായ വാർത്തയാവാനോ, ചിലപ്പോൾ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ കേട്ടത് തെറ്റായിരിക്കും. PMCയിൽ തുടരാൻ ഒരു കാരണവശാലും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുള്ള, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള VD സതീശൻ തയ്യാറാകില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.